ആഡ്സ് ഇൻ ദ ലേണിംഗ് ഹബിലെ പുതിയൊരു സക്സസ് സ്റ്റോറി ആയിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം എൻ്റെ കൂടെ ഉള്ളത് ഷിറിനാണ്. ആള് ഇവിടെ നമ്മളെ ആഡ്സ് ഇൻ ലേണിംഗ് ഹബിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറഞ്ഞ കോഴ്സ് ചൂസ് ചെയ്ത ഒരു സ്റ്റുഡൻ്റ് ആണ്. ഹായ് ഷിറിൻ. ഹായ്. ഓക്കെ, അപ്പം ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന ഷിറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആള് ഇവിടെ പഠിച്ചിട്ട് പാസ് ഔട്ട് ആയതിനു ശേഷം ആള് ഡെസ്ഗ്രോ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലീഡിങ് ആയിട്ടുള്ള ഒരു ഏജൻസിയിൽ തന്നെയാണ് ഇപ്പോൾ കറന്റ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ആള് അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 4 months ആയിട്ടുണ്ട് അല്ലേ. അപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന ഷിറിൻ എന്ന് പറയുന്നത് വെറും ഒരു എംപ്ലോയി അല്ല, ഒരുപാട് ഒരു ടീമിനെ ലീഡ് ചെയ്യുന്ന ഒരു SMM ഹെഡാണ് അല്ലേ. അപ്പം എനിക്ക് ഷിറിനോട് ഫസ്റ്റ് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പം ഹെഡ് ഞാൻ പറഞ്ഞു ഓൾറെഡി മെൻഷൻ ചെയ്തു, ആ ഒരു ജേണി ഫ്രം സ്റ്റുഡൻറ് ടു ദിസ് പൊസിഷൻ, ഹൗ ഇസ് ദ ജേണി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ആയിരിക്കും? ആക്ച്വലി വരുന്ന ടൈമിൽ മുതലുള്ള എനിക്ക് പറയാനുണ്ടാവും. ലൈക്ക് ഞാൻ വരുന്ന ടൈമിൽ ഇപ്പോൾ എനിക്കൊരു സ്ഥലത്ത് മുന്നിൽ നിന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ സീരിയസ്ലി എനിക്ക് സംസാരിക്കാനോ ഒരു മടി അല്ലെങ്കിൽ ഉള്ളിലൊരു സംസാരിച്ച് കൊളാവും എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് മെന്റാലിറ്റിയിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അവിടുന്ന് ആ രീതിയിൽ നിന്ന് അവിടുത്തെ ഒരു ട്രെയിനിങ് കിട്ടിയിട്ടും ലൈക്ക് അവിടുന്ന് കുറെ ലൈക്ക് മുന്നോട്ട് നിന്ന് സംസാരിക്കാൻ എന്തോ ഒരു സംഭവം ലൈക്ക് എങ്ങനെ എനിക്ക് പറയേണ്ട അറിയില്ല. ലൈക്ക് സംതിങ് ഒരു സാധനം അവിടുന്ന് പിടിച്ചിരിക്കുന്നത് ആ ഒരു എന്തോ ഒരു ഇപ്പൊ അവിടുത്തെ ഒരു ഫാക്കൽറ്റീസിന്റെ സപ്പോർട്ടാണോ അറിയില്ല, അല്ലെങ്കിൽ അവര് നമ്മളോട് അത്രയും ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നോണ്ടാണോ അറിയില്ല, എന്തോ ഒരു ധൈര്യം വന്നിരിക്കുന്നത്. ആ ഒരു ഇപ്പൊ നമ്മളിപ്പോ ഇംഗ്ലീഷിന്റെ സംഭവം ഉണ്ടായല്ലോ, ലൈക്ക് മാമിന്റെ ക്ലാസ് മുതൽ അവിടുന്നാണ് ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് ആയിട്ട് തോന്നുന്നത്. ലൈക്ക് നമ്മളെ സെൽഫ് ഇൻട്രോ ഒക്കെ പറയിപ്പിക്കല്ലോ, അവിടുന്ന് ആ സെൽഫ് ഇൻട്രോ മുതൽ നമ്മൾ ഒരു ക്ലാസ്സിന്റെ ഇത്രയും ആൾക്കാരെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള ഒരു ധൈര്യം അവിടുന്ന് കിട്ടണേ. അതുവരെ എന്ന് പറഞ്ഞാൽ എവിടെ ഒരു സ്റ്റേജിന്റെ മേലെ കയറില്ല, ഒരാളോട് ഒരു വോയിസ് റേസ് ചെയ്ത് സംസാരിക്കാനുള്ള ധൈര്യമില്ല. അങ്ങനത്തെ ഒരു ഇതിൽ നിന്നിട്ട് പെട്ടെന്ന് ഒരു ഷിഫ്റ്റ് വന്ന് അവിടുന്ന് ഇങ്ങനെ കുറെ അപ്ഡേറ്റ്സ് ചെയ്യുന്നു, കുറെ ചേഞ്ചസ് ചെയ്യുന്നു വന്നേരെ. അങ്ങനെ പോകുന്ന ടൈമിലാണ് നമ്മൾ ആഡ്സ് ഇൻ ഓൺടർപ്രണർഷിപ്പ് പ്രോഗ്രാം വരുന്നത്. അങ്ങനെ പോകുന്ന ടൈമിൽ ആ ഒരു പ്രോഗ്രാമിന്റെ ഇടയിൽ തന്നെ ഒരു റുഫൈൽ സാർ വന്നിട്ട് ക്ലാസ്സിൽ പറഞ്ഞേ, ലൈക്ക് ഇതില് ഓരോ ഏജൻസി ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണമല്ലോ. അപ്പൊ 3 ഏജൻസി തന്നെ ഉണ്ടായിനെ. അപ്പൊ റുഫൈൽ സാർ പറഞ്ഞേ, ലൈക്ക് ഇതില് പ്രൊജക്ട് മാനേജർ ആയിട്ട് നിൽക്കാന് വേണ്ടിയവര് നിന്നോ, ലൈക്ക് നിൽക്കുന്നവർക്ക് അതിന്റെ ബെനിഫിറ്റ്സ് എന്തായാലും ഉണ്ടാവും. നാളെ നിങ്ങൾ ഒരു കമ്പനിയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് അവിടെ പ്രൗഡായിട്ട് പറയാൻ പറ്റും എന്നുള്ളൊരു സാധനം പറഞ്ഞു. ലൈക്ക് അത് കേട്ടപാട് കേൾക്കാത്തപാട് ഞാനും നോക്കിയില്ലേ, ഞാൻ എണീച്ച് പോയി നിന്നേ. ലൈക്ക് ഫസ്റ്റ് ഞാനും അവിടെ പോയിന്നേ, ലൈക്ക് എല്ലാരെക്കാളും മുന്നായിട്ട്. അപ്പൊ അത് സത്യമാണെന്നുള്ളത് എനിക്ക് പിന്നെ ലൈക്ക് അപ്പം കേൾക്കുമ്പോൾ അതൊരു ജസ്റ്റ് ഒരു വാക്കാണ്. ലൈക്ക് സാർ ഇങ്ങനെ പറയുന്നത്, പക്ഷെ അത് നടക്കില്ല എന്നൊന്നും നമുക്കറിയില്ല. സാർ പറഞ്ഞൊരു ഇതില് ഒരു സാധനം മോട്ടിവേഷൻ കയറിയിട്ടാണ് എന്താ പറയാ പോണത്. പക്ഷേ ജസ്റ്റ് നോട്ട് എ വേർഡ് അല്ലേ, ഇറ്റ്സ് ജസ്റ്റ് നോട്ട് എ വേർഡ്. അപ്പൊ ആ ഒരു ഇതിൽ കേറി നിന്നപ്പോഴാണ് ഇതിന്റെ ഒരു എഫക്റ്റ് ശരിക്കും മനസ്സിലാവുന്നത്. അവിടുന്ന് അങ്ങോട്ട് നമ്മളൊരു ക്ലയന്റിനെ ഡീൽ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു ടീം ഒരു ഗ്രൂപ്പിനെ ലീഡ് ചെയ്ത് അല്ലെങ്കിൽ ലൈക്ക് ഇന്ന ആൾക്കാർക്ക് ഒരു വർക്ക് അസൈൻ ചെയ്ത് കൺട്രോൾ ചെയ്ത് പോകുന്നതിന്റെ ഒരു സംതിങ് ഒരു പവർ ഉണ്ട്. ആ ഒരു സാധനത്തിൽ അവിടുന്ന് ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ടു ബി ഓണസ്റ്റ്, അവിടുന്ന് അത് റുഫൈൽ സാറിനോട് എനിക്ക് സീരിയസ്ലി ഭയങ്കര താങ്ക്ഫുൾ ആണ്. അന്ന് ആ ഡയലോഗ് പറഞ്ഞില്ലേ, സീരിയസ്ലി ഞാൻ നിൽക്കൂലേനു. ഇപ്പൊ ഷിറിനെ പേഴ്സണലി ഇപ്പം നമ്മൾ ഓൺടർപ്രണർഷിപ്പ് പ്രോഗ്രാം ആഡ്സിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളും കൂടിയാണ്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇറ്റ്സ് സോ ഗുഡ്. എന്താ പറയാ, നമ്മള് ഇങ്ങനെ ഒരു ശരിക്കൊരു കമ്പനി ഓൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ സംഭവം ഒന്നുമില്ല. പുറത്ത് നോക്കുമ്പോ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ അവിടെ നിൽക്കുമ്പോ നമ്മളെന്തോ വലുത് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ കിട്ടും. സീരിയസ്ലി നമ്മളെ കൂടെ ഉള്ള ആൾക്കാരും വേറെ ടീമായിട്ടുണ്ടാവും. നമുക്ക് ഓരോ എങ്ങനെയെങ്കിലും ഇതൊന്ന് കോമ്പീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സെയിൽസ് കൊണ്ടുപോയി കുറച്ച് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡ് വരുമ്പോൾ ഡെഫിനറ്റ്ലി അത് ശരിക്കും ഒരു വേറെ തന്നെ ഫീൽ ചെയ്യുന്നു. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ടീം എല്ലാവരും മെനക്കെട്ട്, ഇപ്പൊ ഡിസൈൻ ചെയ്യാൻ ഒരാൾ, അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ ഒരാൾ, എഡിറ്റ് ചെയ്യാൻ ഒരാൾ, എല്ലാവരും കൂടെ ഒരു ടീമായി നിൽക്കുമ്പോൾ ആ ടീമിനെ ഒന്ന് ലീഡ് ചെയ്ത് ഒരു സ്റ്റേബിൾ ആക്കി കൊണ്ടുപോകുന്നതിന്റെ ഒരു ഫീലും ലൈക്ക് അതിന്നൊക്കെ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ടീമിനെ സ്റ്റേബിൾ ആക്കി കൊണ്ടുപോകുന്നതിൽ തന്നെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അതല്ലാണ്ട് ക്ലയന്റ് സൈഡിൽ നിന്നാണെങ്കിൽ നമുക്കിപ്പോ ഒരു ഫസ്റ്റ് ഒരു ക്ലയന്റ് വന്നപ്പം എന്താ പറയാ ഡീൽ ചെയ്യുന്നതിന്റെ ഒരു വേയും ലാസ്റ്റത്തെ ക്ലയന്റിനെ ഡീൽ ചെയ്യുന്നതിന്റെ വേയും ഒക്കെ ഡിഫറെന്റ് ആയിരുന്നു. ഫസ്റ്റ് ഉള്ള മിസ്റ്റേക്സ് പിന്നെ ഒരിക്കലും വന്നിട്ടില്ല. അപ്പൊ ഓരോ ക്ലയന്റ്സ് വരുമ്പോൾ നമ്മൾ ഇന്ന പ്രശ്നം കൊണ്ടേക്ക് ചിലപ്പോൾ ഒരു വരാഞ്ഞത്, അല്ലെങ്കിൽ നമ്മൾ ഇനിയും സംസാരിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിലോ ബെറ്റർ ആക്കണം എന്ന് തോന്നിയിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ച് സെറ്റായി
ഇങ്ങനെ കുറെ ലൈക്ക് സ്റ്റെപ്പ് ആയിട്ട് ഓരോന്ന് പഠിക്കാൻ പറ്റി. ആ ഒരു ഫ്ലോയില് നമുക്ക് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് പോകാൻ പറ്റി. ഓക്കെ, ഇപ്പൊ ക്ലയന്റിന്റെ കാര്യങ്ങളൊക്കെ ഓണ്ടർപ്രണർഷിപ്പിന്റെ പറഞ്ഞു. ഇപ്പം ഷിറിന് ഒരു ക്ലയന്റിനെ മീറ്റ് ചെയ്താണ് ഈ ഒരു പ്രോഗ്രാമിന്റെ പാർട്ടായിട്ട്. ക്ലയന്റ് മീറ്റിംഗ് ഇപ്പം നമ്മൾ ആദ്യമായിട്ട്, നമ്മൾ ആസ് എ സ്റ്റുഡന്റ് ആണ്, നമ്മൾ ആദ്യമായിട്ട് ഒരു ക്ലയന്റിനെ നേരിട്ട് കാണാണ്, ഒരു വർക്ക് നമുക്ക് എടുക്കണം എന്നുള്ള മൈൻഡാണ്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഫസ്റ്റ് ഒക്കെ നമ്മള് എന്താ പറയാ, ഇയാള് കുറച്ച് പ്രീമിയം ക്ലയന്റ് ആണ്, അപ്പം നമ്മൾ പോയാൽ അത് കിട്ടുമോ അല്ലെ വർക്ക് ആവോ എന്നുള്ള ഒരു സാധനം ഉണ്ടേനോ, ഒരു പേടി. ഒരു ഫസ്റ്റ് ടൈം ആണല്ലോ, അപ്പൊ അതിന്റെ ഒരു പേടി ഉണ്ട്. പക്ഷെ അവിടെ പോയി അവിടെ എത്തി, നമ്മളിവിടെ മേറലി സാറുണ്ട്, മേറലി സാറ് ഞാന് ടീമിലെ വേറെ 2 മെമ്പേഴ്സായിട്ട് പോയി. നമ്മളെത്തി സംസാരിക്കാൻ തുടങ്ങിയപ്പോ നമുക്കറിയുന്ന കാര്യമില്ലേ, നമ്മൾ എന്തിനാ മേടിക്കണെന്നുള്ളൊരു ലൈക്ക് എന്താ അറിയില്ല, ഒരു കോൺഫിഡൻസ് നമ്മൾ ഉള്ളിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട് ടു ബി ഓണസ്റ്റ്. അല്ലാണ്ട് അവിടെ പോയിട്ട് നമ്മള് നാവ് ഇടർന്ന പോലെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. നമുക്ക് അവർക്ക് വേണ്ട റിക്വയർമെന്റ്സ് ചോദിക്കാനും അതിനെ ഒപ്പോസ് ചെയ്തിട്ടോ അവർക്ക് വേണ്ട സജഷൻസ് കൊടുക്കാനും ഡീല് ക്ലോസ് ചെയ്യാനും എല്ലാം. ഓണ്ടർപ്രണർഷിപ്പിന്റെ കാര്യങ്ങളും ക്ലയന്റ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതല്ലാതെ ഇപ്പം ഷിറിനിപ്പം പ്ലേസ്ഡ് ആയിട്ടുള്ള ഡെസ്ക്രോ മീഡിയയിലാണ്. അപ്പം അവിടെ ഇന്റർവ്യൂ ഇപ്പം പൊതുവെ ഇപ്പം നമുക്ക് ഒരു കമ്പനിയിൽ പ്ലേസ്ഡ് ആവണമെങ്കിൽ ജോബ് ഇടണമെങ്കിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ്. അപ്പോൾ ആഡ്സിൽ ഓൾറെഡി മോക്ക് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ പ്ലേസ്ഡ് ആയിട്ടുള്ളത്. ആ ഒരു മോക്ക് ഇന്റർവ്യൂ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ജോബ് കിട്ടാനായിട്ട്? ലൈക്ക് ആഡ്സിന്റെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ലൈക്ക് ഞാൻ ഈ ഒരു കമ്പനിയിൽ പ്ലേസ്ഡ് ആവുമ്പോൾ ഉണ്ടായ ഇന്റർവ്യൂ വാസ് സോ ഈസി. സീരിയസ്ലി സോ ഈസി. ലൈക്ക് അങ്ങനെ പറയാനുള്ള റീസൺ കാരണം നമുക്കിപ്പോൾ എന്തെങ്കിലും പഠിക്കുമ്പോഴാണെങ്കിലും അത് അത്രയും കൂടുതലോ അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റി ഒരു ക്വാളിറ്റി ഉണ്ടാവുമല്ലോ, ആ ഒരു ക്വാളിറ്റി ഉള്ള സാധനം കിട്ടുമ്പോഴേക്കും പിന്നീട് നമ്മൾ അത് വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പിന്നീട് നോക്കുമ്പോൾ അതൊരു ഈസി ആയിട്ട് തോന്നാം. അതുപോലെയാണ് നമ്മൾ ഈ ആഡ്സിൻ്റെ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ലൈക്ക് പ്രോപ്പർ ഡ്രസ്സിങ് വേണം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവണം, നമ്മൾ സംസാരിക്കുന്ന രീതി എല്ലാം ചെക്ക് ചെയ്തിട്ട് അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇന്റർവ്യൂവിന്. പക്ഷെ അത് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരുന്നു. കാരണം എനിക്കിപ്പോൾ ഇവിടെ ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തിട്ടൊന്നല്ല, ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം, ഇങ്ങനെ ഒരു ജോബ് റോൾ കണ്ടപ്പോൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് അറ്റൻഡ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ച് കയറുമ്പോൾ ലൈക്ക് ഇന്റർവ്യൂവിൽ കയറിയപ്പോൾ എനിക്ക് സ്കൂളായിട്ട് മറ്റേ സെൽഫ് ഇൻട്രോക്ക് പുഷ്പം പോലെ പറയാൻ പറ്റി. ബാക്കി ഞാൻ കാണുന്നുണ്ടല്ലോ ബാക്കിയുള്ളവർ തപ്പിപ്പിടിക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ വരുന്നുണ്ട്, കട്ടാവുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇവിടുന്ന് 3-4 ഇന്റർവ്യൂ ഇട്ടൊരു സാധനമുണ്ട്. നമ്മൾ സാധാരണ ആൾക്കാർക്ക് ഇന്റർവ്യൂവിന്റെ എക്സ്പീരിയൻസ് ഉണ്ടാവുക വെച്ചാൽ ഒരു ജോബിനെ തന്നെ നോക്കി അത് റിജക്റ്റ് ആയിട്ടോ അതിൽ നിന്ന് തന്നെ പഠിച്ചിട്ടേക്കും ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുക. എനിക്ക് ഈ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഈ ഒരു സാധനം കിട്ടിയോണ്ട് ലൈക്ക് അറ്റ് വാസ് ലൈക്ക് എനിക്ക് കുറെ എക്സ്പീരിയൻസ് കിട്ടിയിട്ട് ലാസ്റ്റ് ഞാൻ ഒരു ഇന്റർവ്യൂക്ക് പോകുന്ന ഒരു ഫീൽ ഉണ്ടായിന്. അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര ഈസി ആയിട്ട് തോന്നി, ഒരു പ്രശ്നമില്ല ആഡ്സിലെ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇപ്പം കറന്റ്ലി ഇപ്പം ഒരു ടീമിനെ ലീഡ് ചെയ്യുന്നുണ്ട്, ഏകദേശം എത്ര പേരുണ്ട്? 5 മെമ്പേഴ്സ് ഇതാവുന്ന ഒരു ടീമാണ്. ആ ഒരു ടീമിനെ മാനേജ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും കൂടി ചോദിക്കാം. എങ്ങനെയുണ്ട് മീൻസ് ടീമിനെ മാനേജ്, കാരണം ലീഡർഷിപ്പ് ക്വാളിറ്റി ഓൾറെഡി പ്രൊജക്ട് മാനേജർ ആയിട്ടാണ്. ഏജൻസി നെയിം എന്തായിരുന്നു? ഓർവിക്സിൽ പ്രൊജക്ട് മാനേജർ. എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു നിങ്ങള് ഓർവിക്സിലാണ്? ഐ തിങ്ക് 8 or 9. അപ്പൊ ഓൾറെഡി എന്താ പറയാ ലീഡ് ചെയ്തിട്ടാണ് ഇപ്പൊ ഇവിടെ ടീം പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇതൊക്കെ സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ നമ്മൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞ് ഈ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഈ ലീഡ് ചെയ്യുന്നതും ഇന്റർവ്യൂ ചെയ്യുന്നതും ഇങ്ങനത്തെ വലിയ വലിയ സംഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് തന്നെ പിന്നീട് അതൊരു വർക്കായി ചെയ്യുമ്പോൾ അതൊരു വലിയ സംഭവമായിട്ടോ അല്ലെങ്കിൽ വലിയ ജോലിയായിട്ടോ അത് ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ പഠിക്കുന്നതിൻ്റെ കൂടെ എങ്ങനെയാണ് ബാക്കിയുള്ളവരടുത്ത് ഈ വർക്ക് ഇതൊന്ന് കിട്ടണം എന്ന് പറഞ്ഞെടുക്കണമല്ലോ ആ ഒരു സാധനം ചെയ്യുന്നത്, അതേ സിസ്റ്റം തന്നെ എനിക്ക് അവിടെ അപ്ലൈ ചെയ്യാനുള്ളൂ. അല്ലാണ്ട് ഞാൻ ഇപ്പോൾ ഡെസ്ക്രോയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു ടീം ലീഡായി നിൽക്കുമ്പോൾ എനിക്ക് കൂടുതൽ ഞാനായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സാധനം പോലെ എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പം ഇതിന്റെ കൂടെ തന്നെ ഒരുപാട് പേര് ഇപ്പൊ നമ്മളെ ഈ ഒരു പോഡ്കാസ്റ്റ് ആണ് ഒരുപാട് പേർക്ക് ഉണ്ടാവുന്നതാണ് ഈ മെന്റർ സപ്പോർട്ട് എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഫാക്കൽറ്റി സപ്പോർട്ട്. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് റിഗാർഡിംഗ്? അത് ഞാൻ എവിടെ പോലും പറയല്ലേ, ലൈക്ക് ഫ്രണ്ട്സിനോടാണെങ്കിലും ഫാമിലിനോടൊക്കെ ഞാൻ പറയല്ലേ. ഞാൻ ഇപ്പോൾ 10th വേണമെങ്കിലും +2 വരെ പഠിക്കുമ്പോഴും നമുക്കുള്ള ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഒന്നിനും സമ്മതിക്കാണ്ട് അങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണല്ലോ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യമാണ്, നമ്മൾ മെന്റേഴ്സ് അല്ലെ ഫാക്കൽറ്റി എന്നുള്ളതിൽ വലിയ സംഭവം അങ്ങനെയല്ല. ഭയങ്കര ഫ്രണ്ട്സിനോടൊക്കെ നമുക്ക് ഇപ്പൊ ജാസിം സാറിനോട് ഞാൻ സംസാരിക്കും, ഒരു ഫ്രണ്ട്സിനോട് നമ്മൾ അത്രയും ഫണ്ണി ആയിട്ട് നമുക്ക് എന്ത് ഷെയർ ചെയ്യാം.
എന്ത് ഷെയർ ചെയ്യുക, എന്തും ഭയങ്കര ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന ആ ഒരു കംഫർട്ട് കിട്ടണം. അത് മെന്റേഴ്സിന് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിലും വലുതൊന്നും എൻ്റെ ഒരു ഒപ്പീനിയനിൽ പഠിപ്പിക്കുന്ന സാധനത്തിനെക്കാട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു റാപ്പോ ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു കംഫർട്ട് ആക്കിയിട്ട് സ്റ്റുഡൻസിനെ നിർത്തുക എന്നുള്ളതാണ്. അത് ആഡ്സിനിൽ കിട്ടിയിരിക്കും. ലൈക്ക് ഒരാളെ മാത്രം പറയാൻ പറ്റില്ല, ലൈക്ക് അവിടെ ഞാൻ പഠിച്ച എല്ലാ മെന്റേഴ്സിന്റെ അടുത്ത് നിൽക്കാൻ കിട്ടിയിരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എനിക്ക് പേഴ്സണലി ഷിറിനോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, വാട്ട് ആർ യുവർ വിഷൻ ആൻഡ് മിഷൻ? ഇപ്പൊ എന്താ പറയാ, ആഡ്സിൽ പഠിക്കുന്ന സമയത്ത് എന്റെ വിഷൻ എന്താ വെച്ചാല് ലൈക്ക് നല്ലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യണോ, അല്ലെ നല്ലൊരു ജോലി വേണം എന്നുള്ളൊരു സാധനമാണ്. ലൈക്ക് അത് അതിന് വേണ്ടൊക്കെ അവിടുന്ന് കിട്ടിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ എന്റെ വേറെ അൾട്ടിമേറ്റ് വിഷൻ എന്ന് പറയുന്നത് ഒരു ഓണ്ടർപ്രണർ ആവണം എന്നുള്ളത്. അതിനുള്ളതും എനിക്ക് ആഡ്സിൽ തന്നെ കിട്ടിയ എന്റെ ഒക്കെ ഒരു ബേസ് എനിക്ക് അവിടുന്ന് കിട്ടിയത്. സോ വൺ ഡേ ഇൻഷാല്ലാ ഒരു ഓണ്ടർപ്രണർ ആവണം. അപ്പോൾ ഇത് എനിക്ക് ഒരു ക്യൂരിയോസിറ്റി ഉള്ള ചോദിക്കാം. അപ്പോൾ ഓണ്ടർപ്രണർഷിപ്പും ഇവിടെ കയറുന്നതിന് മുൻപായിട്ട് ഈ ഒരു ഡ്രീം ഉണ്ടായിരുന്നോ, അതോ ഇവിടുന്ന് ആണോ? ഡെഫിനറ്റ്ലി ഒരു ജോബ് ചെയ്ത് ലൈഫ് ഫുള്ളും തീർക്കാന്നുള്ള ഡ്രീം എനിക്കില്ല. ലൈക്ക് ഒന്നൊരു ബേസ് സെറ്റ് ആവുന്ന വരെ ഒരു ജോബ്, അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും അതിന്റെ ഫീലിംഗ്. അപ്പോൾ ഒരു ഓണ്ടർപ്രണർ ആവണം എന്നുള്ളതാണ്. ഇൻഷാല്ലാ എന്തായാലും ആവട്ടെ. അപ്പം ഇത് അതിൻ്റെ ഒരു ചെറിയൊരു തുടക്കമാവട്ടെ. എന്തായാലും ഇനി നെക്സ്റ്റ് ടൈം ഞാൻ ഷിറിനെ കാണുന്ന സമയത്ത് എന്താ പറയുക, ഒരു ഓണ്ടർപ്രണർ ആവട്ടെ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആവട്ടെ, നടക്കട്ടെ. ഇൻഷാല്ലാ എന്തായാലും അടിപൊളിയാക്കാം. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ആൻഡ് ഓൾവേസ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്.